അപ്പോൾ ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് അങ്ങനെ ആഗ്ര ഫോർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആഗ്ര ഫോർട്ട്. ഇതേ റോയി അണ്ണനൊക്കെ കൂടെയുണ്ട്. അപ്പോൾ ആഗ്ര ഫോർട്ടിൻ്റെ മുമ്പിൽ നിന്നുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. യമുന നദിയുടെ കരയിലാണ് ആഗ്ര ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ആഗ്ര ഫോർട്ടിൻ്റെ ചരിത്രം ഏറെ പഴക്കമുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ അക്ബർ ഈ കോട്ട ചുവന്ന മണൽ കൊണ്ട് പുനർനിർമ്മിച്ചു. അതുകൊണ്ടാണ് ഇതിനെ റെഡ് ഫോർട്ട് ഓഫ് ആഗ്ര എന്ന് വിളിക്കുന്നത്. പിന്നീട് ഷാജഹാൻ വെളുത്ത മാർബിൾ കൊണ്ട് നിരവധി മനോഹര മന്ദിരങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ചുവന്ന ആ ഒരു ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റിൻ്റെ ഉൾവശത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെളുത്ത മാർബിൾ കൊണ്ടിട്ടുള്ള ഒരുപാട് ചിത്രപ്പണികളും മോണുമെൻറ്റ്സും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കാണാം. ഈ കോട്ടയ്ക്ക് ഏകദേശം 2.5 കിലോമീറ്റർ നീളമുള്ള ശക്തമായ മതിലുകളാണുള്ളത്. അതിനകത്ത് ദിവാനി, ഖാസ്, ജഹാംഗീരി മഹൽ തുടങ്ങിയ പ്രധാന ഭാഗങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവയിൽ രാജാക്കന്മാർ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തുന്നതുമൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല സെക്ഷനായിട്ടായിരുന്നു ഓരോ സ്ഥലങ്ങളും ഉണ്ടായിരുന്നത്. 50 രൂപയാണ് ഇങ്ങോട്ടേക്കുള്ള പ്രവേശന ഫീസ്. 4 കവാടങ്ങളുണ്ട്. നമ്മുടെ ഈ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 4 പ്രധാന കവാടങ്ങളുണ്ട്. ഇനി കാണുന്ന സ്പോട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ട്. അതായത് ഇപ്പോൾ ഒരു കിളിവാതിൽ കാണും, അതായത് കുഞ്ഞു ജനലുകൾ. ആ ജനലിൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യമുന നദിയുടെ കരയിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന താജ്മഹലിനെ കാണാൻ വേണ്ടി പറ്റും. ശരിക്കും ഇതിൻ്റെ പിന്നിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായ ഔറംഗസീബ് തടവിലാക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ പുള്ളി ഇങ്ങനെ താജ്മഹലിനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഈ ജനലിൽ കൂടി.